ജിൻഡോ ജോൺ അത് കേൾക്കുക. അതായത് 5 പ്രധാനപ്പെട്ട രേഖകൾ എന്ന പേരിൽ അദ്ദേഹം തെളിവുകൾ അവിടെ ഹാജരാക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവുകൾ, കത്തിടപാടുകൾ തുടങ്ങിയവയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയ്ക്ക് വഴിവിട്ട സഹായം പിണറായി വിജയൻ സർക്കാർ ആർക്കെങ്കിലും ചെയ്തത് തെളിയിക്കുന്ന ഒരു രേഖയും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്യു കുഴൽനാടന്. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട മിച്ചഭൂമി ഇളവ് കൊടുത്തതിന് രേഖ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില ആപ്ലിക്കേഷൻസ് ഹാജരാക്കുന്നു, കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവുകളുടെ കോപ്പി ഹാജരാക്കുന്നു. അതിനകത്ത് സർക്കാർ വഴിവിട്ടിടപെട്ടതിൻ്റെ എന്ത് ഹാജരാക്കിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് വിലപിക്കുന്നത്? അല്ല നിഷാദേ, ഇതിലുള്ള പ്രശ്നം എന്താ? ഈ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളുമ്പോൾ ഇത് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തള്ളുന്നതെന്ന് കൂടി ഓർക്കണം. ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഖനനാനുമതി കൊടുക്കണമെന്ന് കൊടുക്കുന്ന ലെറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയം പുറത്തു വന്നതിന് ശേഷം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം വർഷങ്ങളോളം കാത്തുവെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഖനനാനുമതി പിൻവലിക്കാതിരിക്കുന്ന നയപരിപാടിയൊക്കെ ഇതൊക്കെ നമ്മൾക്ക് കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമാണ്. ഇത് കോടതിയുടെ മുമ്പിൽ തള്ളിക്കളയുമ്പോൾ സാങ്കേതികമായി പിൻവലിക്കാതിരുന്നത് അഴിമതിയാണ്. ആ കാലയളവിൽ ആ കമ്പനി ഖനനം നടത്തി മിനറൽസ് എടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യമല്ലേ? നോ എന്നല്ലേ ഉത്തരം. മനഃപൂർവ്വമായി വൈകിച്ചതാണ് നിങ്ങളുടെ ആരോപണമാണ്. മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു, ഫയൽ വിളിപ്പിച്ചു, അദ്ദേഹം ഇത് പറ. അല്ല, തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആഴവും പരപ്പവും കൂട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് നടത്തുന്നു. അതിനുശേഷം ആ മണ്ണൽ അവിടെ നിന്ന് വാരിക്കൊണ്ടുപോകുന്നു. ഇതിന്റെയൊക്കെ ഗുണഭോക്താവ് ആരാണെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ അത് കരിമണൽ കർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്, CMRL കമ്പനിയിലേക്കാണ് എത്തുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കോടതി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എല്ലാ കാര്യത്തിലും കോടതിക്ക് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ പോലും നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കുക എന്നുള്ള സാമാന്യ ബാധ്യതയില്ലേ? കോടതി ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഇലിമിനേറ്റിന്റെ കാര്യത്തിൽ എന്താണ് CMRL ലാഭം എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? CMRL ഇന്ന നേട്ടം കിട്ടി ഇതുകൊണ്ട് എന്നില്ലെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ നിഷാദ്, ഇതിലുള്ളൊരു പ്രശ്നം എന്താ? ഇവിടുത്തെ വിജിലൻസ് ചീഫ് ആരാണ്? വിജിലൻസിന്റെ തലപ്പത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ. പോലീസ് സംവിധാനങ്ങൾ, പ്രോസിക്യൂഷൻ, ഇവിടുത്തെ സകലമാന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് യാതൊരു സേവനവും ചെയ്യാതെ വന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഇത് ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ആ പണം വന്നത് എന്താണെന്നുള്ളതിന്റെ ചോദ്യത്തിന് ഉത്തരമില്ല, അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരോപിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്നതുപോലെ തന്നെ CMRL കമ്പനിയിൽ നിന്ന് വന്ന കാലഘട്ടത്തിൽ CMRL കമ്പനിക്ക് രഹസ്യമായോ പരസ്യമായോ അവർക്ക് അനുകൂലമാകുന്ന നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ഫയലുകൾ വിളിച്ചു വരുത്തുന്നു. റവന്യൂ വകുപ്പ് പലവട്ടം അതൊരു ലീഗൽ സ്പേസിൽ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ്. അന്വേഷിക്കണ്ടേ? ഒരു കാര്യം അന്വേഷിക്കണമെങ്കിൽ ജിൻഡോ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് കോടതിയാണ്. എത്രയോ ആളുകളുടെ പേര്, എത്രയോ സ്ഥാപനങ്ങളുടെ പേരുണ്ട്. നിങ്ങൾ പക്ഷേ 3 പേരെ മാത്രം പിക്ക് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുകയാണ്. അല്ല അതിന് കാരണമുണ്ട്. കേരളത്തിൽ ഈ പരാതി SFIയുടെ അന്വേഷണം ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രത്യേക പേഴ്സൺ ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണ് ഇത് സേവനം ഇല്ലാതെ പണം കിട്ടിയതെന്നുള്ള രീതിയിലാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കളെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച ആരൊക്കെയാ? UDFന്റെ നേതാക്കന്മാർ, മാധ്യമ പ്രവർത്തകർ, സാമുദായിക നേതാക്കന്മാർ, അല്ലെങ്കിൽ അത്തരക്കാരെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെന്നേ. ഞങ്ങൾ ആരെങ്കിലും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണം നടത്തണ്ട എന്ന് പറഞ്ഞ് കോടതി പോയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ശരി, ഞാനൊന്ന് പറയാം. PM